വക്രദൃഷ്ടി തുടരുന്നു. ഓണത്തിന് ചാനലുകളിൽ പ്രത്യക്ഷപ്പെടേണ്ടെന്ന് സിനിമാ താരങ്ങളും അഭിനേതാക്കളും തീരുമാനിച്ചിരിക്കുന്നതിനെക്കുറിച്ച് സമ്മിശ്ര പ്രതികരണമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർക്ക് ആശ്വാസമെന്ന് ചിലർ, സിനിമയുടെ അനുബന്ധമായി മാറി സ്വതന്ത്ര വ്യക്തിത്വം കളഞ്ഞുകുളിച്ച ചാനലുകൾ വേറെ നല്ല പരിപാടികൾ ആസൂത്രണം ചെയ്യണമെന്ന് വേറൊരു കൂട്ടർ. സിനിമയെ ഒഴിവാക്കി മലയാളം ടെലിവിഷന് മാത്രമല്ല ഇന്ത്യയിലെ TV ചാനലുകൾക്കൊന്നും നിലനിൽപ്പില്ലെന്നും ചാനലുകൾ ഇതിലൂടെ ഒരു പാഠം പഠിക്കുമെന്നും മറ്റൊരു കൂട്ടർ. തീരുമാനം മണ്ടത്തരം എന്നാണ് സംവിധായകൻ വിനയൻ ഉൾപ്പെടെ സിനിമാ മേഖലയിൽ നിന്നുള്ള ചിലരുടെ വിനയപൂർവ്വമുള്ള വിലയിരുത്തൽ. സുന്ദരമായ ഈ ഇത്തിരിക്കണ്ടത്തിന്റെ മണിമുത്തുകൾ നിരപ്പേൽ മത്തായിയും നിരപ്പേൽ പാപ്പിയും. ഇവരുടെ സുദീർഘമായ സഹന ജീവിത സമരത്തിന്റെ വിജയഗാഥയാണ് ഇത്തിരിക്കണ്ടം കേബിൾ വിഷന്റെ നേരും നെറിയും എന്ന തത്സമയ പരിപാടിയിൽ നിങ്ങൾക്കായി ഞങ്ങൾ കാഴ്ചവെക്കുന്നത്. വിധിയെ ഒന്നൊന്നായി അതിജീവിച്ച് ഇവർ വിജയത്തിന്റെ പടവുകൾ നടന്നു കയറി. നിരപ്പേൽ മത്തായിയും നിരപ്പേൽ പാപ്പിയും പിന്നിട്ട വഴികൾ കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു. നമ്മുടെ ഉസ്മാനിക്കയച്ചു തന്ന TV കണ്ടുകണ കളറില്ലേലും സൂപ്പറാണല്ലോ നാട്ടാരുടെ സ്വന്തം ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV. അപ്പോൾ പോയിരിക്കുന്നു കയ്യിൽ നിന്നും. തങ്ങളുടെ നിലപാടുകളും തങ്ങളുടെ ചെയ്തികളും കേരള സമൂഹത്തിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാകുമ്പോൾ ആ അവസ്ഥ നിർത്താൻ വേണ്ടി ചാനലുകളെ ഉപരോധിക്കുന്നു എന്ന് ഞങ്ങളെടുത്ത് പറഞ്ഞാൽ ഞങ്ങൾ അത് വകവയ്ക്കില്ല. ഞങ്ങളെ കണക്കുള്ള സിനിമാക്കാർ. നിങ്ങൾ എന്ത് തലകുത്തി പറഞ്ഞാലും ഞങ്ങളുടെ അംഗങ്ങളായി രണ്ടുപേരെയും ഞങ്ങൾ മക്കളായിട്ട് കണ്ട് കൂടെ സൗകര്യങ്ങൾ കൊണ്ടുനടക്കും. ഞങ്ങൾ തള്ളിപ്പറയില്ല, അതിന് ആരും ശ്രമിക്കേണ്ട എന്നും നമ്മൾ പറയുന്ന നിലപാടുകൾ ഒന്നായിരിക്കണം. അവരവരുടെ കാര്യം വരുമ്പോൾ ഇതൊന്നും വേണ്ടെന്നും അവർക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ ഇതൊക്കെ ആകാമെന്നുള്ള നിലപാട് ശരിയല്ല. ഇവരിപ്പോൾ ചാനൽ നിരോധനം എന്നും പറഞ്ഞു വന്നാൽ കേരള ജനത പുച്ഛിച്ച് തള്ളും, യാതൊരു സംശയമില്ല. എന്ന് മാത്രമല്ല, നിരോധിക്കുന്നവരെ പറ്റി കേരള ജനതയ്ക്ക് ചില സംശയം വരും, ഇപ്പോഴത്തെ ഈ കേസിൽ പോലും അവർക്ക് ബന്ധമുണ്ടോന്ന്. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരിക്കുകയായിരിക്കും നല്ലതെന്നാണ് ഒരു ചലച്ചിത്രകാരൻ എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം. ആ വണ്ടിയിൽ ആരാന്നറിയോ? നമ്മുടെ കഥാനായകൻ നെയ്സം രാജ്കുമാരൻ. ഒരു വണ്ടി, അതിലൊരു മിനുമിന മിനുങ്ങുന്ന ഉടുപ്പണിഞ്ഞൊരു മിട്ടുമിട്ടുമിട്ടുക്കാൻ. ഏതായാലും ചാനൽ ബഹിഷ്കരണം എന്നൊക്കെ പറയുന്ന തീരുമാനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണ്ടത്തരമാണ്. ബിഗ് സ്ക്രീനും സ്മാൾ സ്ക്രീനും തമ്മിലുള്ള പരസ്പരാശ്രയത്വം ഓർമ്മിപ്പിക്കുകയാണ് ഇനിയൊരു കൂട്ടർ. സിനിമകളുടെ സാറ്റലൈറ്റ് അവകാശം നേടാൻ TV ചാനലുകൾ നൽകുന്ന തുക സിനിമാ നിർമ്മാണത്തെ സഹായിക്കുന്നു. സിനിമകളുടെ TV പ്രദർശനത്തിലൂടെ ചാനലുകൾ വരുമാനമുണ്ടാക്കുകയും ചെയ്യും. സമൂഹത്തിൽ TV പ്രേക്ഷകരുടെ എണ്ണം കൂടുകയല്ലാതെ കുറയാത്ത സാഹചര്യത്തിൽ അമ്മയ്ക്കോ സിനിമാ മേഖലയിലെ സംഘടനകൾക്കോ സ്വന്തമായി ഒരു ചാനൽ തുടങ്ങാവുന്നതാണ്. ഇന്ന് ഏത് ചാനൽ ഇന്റർവ്യൂ? ഏത് ചാനലുണ്ടോ ചാർലി ഇന്ന് ഇന്റർവ്യൂ? സാറിന് അറിയിക്കുന്നില്ല, ഞാൻ വിചാരിച്ചേ ഇന്നൊരു ചാനലിക്ക് വിളിച്ചിട്ടില്ല. അവര് വിളിച്ചിട്ടില്ലെങ്കിൽ നീ അങ്ങോട്ട് വിളിക്കണ്ടേ? ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ജയഭാരതിനെ വിളിച്ചിട്ട് ചർച്ച വയ്ക്കാൻ പറയുന്നേ. ഞാൻ മേക്കപ്പെട്ടില്ലേ? ഈ ചാനലുകളുമായിട്ട് ശക്തമായിട്ട് ഒരു ചർച്ച നടത്തണം എന്ന് ഞങ്ങൾ കുറച്ച് പേര് പറഞ്ഞൊരു സമയമുണ്ടല്ലോ. ഇവിടുത്തെ സാധാരണ നിർമ്മാതാക്കളുടെയും സാധാരണ ഡയറക്ടർമാരുടെയും സാധാരണ നടീനടന്മാരുടെയും ഒക്കെ ചിത്രം സാറ്റലൈറ്റ് എടുക്കാതെ സൂപ്പർ സ്റ്റാറുകളുടെ മാത്രം ചിത്രം സാറ്റലൈറ്റ് എടുക്കുന്ന ഒരു സമയത്ത് ബാക്കി ചിത്രങ്ങളെ ചവിറ്റുകൊട്ടയിലോട്ട് എറിയുന്ന ഒരു സമയത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ, ഇത് ശക്തമായിട്ട് പ്രതികരിക്കണം, ഈ ചെറിയ ചിത്രങ്ങൾ കൊണ്ട് എടുക്കണം, ചെറിയ വില കൊടുത്തിട്ട് എടുക്കണം. 5 കോടിക്കൊക്കെ എടുത്തിട്ട് നഷ്ടം വന്നാലും പ്രശ്നമില്ല. കാരണം അന്ന് ഈ ചാനലുകളുടെ മേധാവികളും സൂപ്പർ താരങ്ങളും ഒക്കെ ആയിട്ട് അത്ര എന്താ പറയുക, പിന്നെ അത്ര ഇഷ്ടമായിരുന്നു. ഇന്ന് മാറിയിരിക്കുന്നു സമയം. അന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. എന്ന് മാത്രമല്ല, ഒരു ചാനൽ തന്നെ തുടങ്ങണം സിനിമാക്കാർക്ക്, ഈ പറയുന്ന ചെറിയ ചിത്രങ്ങളിൽ അവർക്ക് എന്തെങ്കിലും സാറ്റലൈറ്റ് കിട്ടാൻ വേണ്ടി എന്ന് പറഞ്ഞതാണല്ലോ. ഞാൻ അതിൻ്റെ മുന്നിൽ നിന്നാണല്ലോ.
അന്ന് നിഷ്കരണം തഴഞ്ഞുകൊണ്ട് ഈ ചാനൽ മേധാവികളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തി ഇവർക്ക് എന്തുകൊണ്ട് ഇപ്പോൾ ഈ സൂപ്പർ താരങ്ങൾക്ക് ഈ ചാനൽ മേധാവി വിളിച്ചെന്ന് പറഞ്ഞുകൂടെ? അന്ന് സാധാരണ നിർമ്മാതാക്കൾക്ക് വേണ്ടി ചാനലുകാരോട് ശക്തമായിട്ട് വാദിക്കണമെന്നും ഞങ്ങളുടെ ചെറിയ പടത്തിൻ്റെ സാറ്റലൈറ്റ് എടുക്കണമെന്നും എടുത്തില്ലെങ്കിൽ ഞങ്ങൾ നിസ്സഹകരിക്കുമെന്ന് വരെ പറയണമെന്ന് പറഞ്ഞപ്പോൾ ഈ പറയുന്ന അമ്മയും ഫെഫ്കയും അത് കണ്ടു പോലും നടിക്കാതെ സൂപ്പർ താരങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് അവർ പ്രവർത്തിക്കുകയായിരുന്നു. ആ ചാനൽ പദ്ധതി പോലും എൻ്റെ പൊളിച്ചു കളഞ്ഞു. ആക്രമിക്കപ്പെട്ട നടിയുടെ പേര് പരാമർശിച്ചതിന് നടൻ അജു വർഗീസിനെതിരെ കേസെടുത്തിരുന്നല്ലോ. പിൻവലിച്ചിട്ടും ഖേദം പ്രകടിപ്പിച്ചിട്ടും നടിക്ക് പരാതിയില്ലാതിരുന്നിട്ടും കേസ് ഒഴിവാക്കാൻ കോടതി തയ്യാറല്ല. പെട്ടത് തന്നെ. അങ്ങനെ ചെയ്തില്ല, അതിലും വലുതാ ചെയ്തത്. പുറത്തു പറയാൻ കൊള്ളില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ടോ മനെ ഞാൻ എൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. മനസ്സിനെ താമരയാക്കിയ ലക്ഷ്മി മാപ്പു തരൂ, എനിക്കു നീ മാപ്പു തരൂ. പേരുപയോഗിച്ചു അതിന് നമ്മൾ തന്നെയാണ് അന്ന് ഒരു തിരുത്ത് അറിയിച്ചു, ഫേസ്ബുക്കിൽ അറിയിച്ചു. ഇതിൽ അയാൾ അബദ്ധവശാൽ ചെയ്തതാണെന്നുള്ള ഒരു അഡ്മിഷൻ പറഞ്ഞിട്ടുണ്ട്, ചെയ്തതാണെന്ന് സമ്മതിച്ചിട്ടുണ്ട്. നിന്നെ ഞാൻ ഇങ്ങോട്ട് പൊക്കും, എന്തിനാന്ന് മനസ്സിലായ? അവിടുത്തെ ജയിലിൽ കിടക്കാനല്ലേ? അല്ലടാ, ഇവിടുത്തെ എന്റെ ബിസിനസ് പാർട്ട്ണറാക്കാൻ. അളിയ, നിന്നിലെ നന്മ ഞാൻ പൂർണ്ണമായിട്ടും കണ്ടിട്ടില്ലടാ. അതൊന്നും കാണിക്കാൻ ഇപ്പൊ എനിക്ക് സമയമില്ല. അച്ഛാ ദിനത്തിലെ സിലിണ്ടർ പേടി ഇടവേളയ്ക്ക് ശേഷം. ഇവിടെ ഗ്യാസ് ബുക്ക് ചെയ്തിരുന്നു, ഞങ്ങൾ അതിന്റെ ആൾക്കാരാ. വീണ്ടും വക്രദൃഷ്ടിയിലേക്ക്. അച്ഛാ ദിൻ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും സ്വപ്നം കാണുന്ന ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്. LPG സിലിണ്ടറുകളുടെ വില ഇനി മാസം തോറും കൂടും. സബ്സിഡികളോട് കടക്കൂ പുറത്ത് എന്ന് പറയുന്ന അച്ഛാ ദിൻ ആണ് വരാനിരിക്കുന്നത്. പായലേ വിട പൂപ്പലേ വിട എന്ന് പാടിയതുപോലെ സബ്സിഡിയെ വിട എന്ന് സർക്കാർ പാടുമ്പോൾ പാചകവാതക വില പൊതുജനത്തെ പേടിപ്പെടുത്തും വിധം വർദ്ധിക്കുന്നു. ബ്രഹ്മദത്തൻ നോക്കി നിൽക്കെ ഉടലി നിറയെ കൈകളുള്ള ഭീകര സത്തുമായി സുഭദ്ര. ചേട്ടാ, ഈ പണ്ടാരക്കാലം തൊട്ട കാശ് പോക്കാണല്ലടാ. എല്ലാ കാര്യത്തിലും ഇങ്ങനെ വില കൂടിക്കഴിയുമ്പോൾ നമ്മളെ സാധാരണക്കാർക്കുള്ള ജീവിതം വളരെ ബുദ്ധിമുട്ടിലായിരിക്കും. ഭരതമുനിയൊരു കളം വരച്ചു. ഗ്യാസിന് നമുക്ക് നമ്മളെ പരിസ്ഥിതി അനുസരിച്ച് നമുക്ക് അധികം വില കൂട്ടിയാലും ശരിയാവില്ലല്ലോ. നമുക്ക് അതിനുള്ള വരുമാനമൊന്നും നമുക്കില്ല. നേരം അധികം പൈസ ആകുമ്പോൾ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുമുണ്ട്. വലിഞ്ഞു പോകും, വീട്ടമ്മമാർ വലിഞ്ഞു പോകും. അത് തന്നെ. ഇവിടെ ഗ്യാസ് ബുക്ക് ചെയ്തിരുന്നു, ഞങ്ങൾ അതിന്റെ ആൾക്കാരാ. കേന്ദ്ര സർക്കാർ ഗ്യാസിന് ഓരോ മാസവും 4 രൂപ വീതം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്.
ഇങ്ങനെ തുടർന്നു പോയാൽ 1 വർഷം ആകുമ്പോഴത്തേനും സബ്സിഡി പൂർണ്ണമായിട്ടും ഇല്ലാതാകും. ഇത് സാധാരണ ഒരു കുടുംബത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുകയുള്ളൂ. 1000 രൂപയിൽ കൂടുതൽ ഫുൾ പൈസ കൊടുത്ത് നമ്മൾ ഗ്യാസ് എടുക്കുമ്പോൾ ഒരു സാധാരണക്കാരന് ഇത് താങ്ങാവുന്നതിലും അപ്പുറം ആവും. എക്സ്ട്രാ പിന്നെ ഇതിന് ഒരു ചിലവ് കൂടി കഴിയുമ്പോൾ ഞങ്ങൾ സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാർക്കാണെങ്കിലും നമുക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തന്നെ തീരുകയും ചെയ്യും. मेरे प्यारे देशवासियों, കാളിദാസർ കരുക്കൾ വെച്ചു എല്ലാ പ്രേക്ഷകർക്കും അച്ഛാദിൻ നേർന്നുകൊണ്ട് വക്രദൃഷ്ടി ഇന്നത്തേക്ക് സമാപിക്കുന്നു. വീണ്ടും നാളെ രാത്രി 9:30 കാണാം. നന്ദി, നമസ്കാരം.